ഹലോ ഹായ് നമസ്കാരം. ഹൃദയപൂർവ്വം മോഹൻലാൽ സത്യനന്ദിക്കാട് ടീമിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഹൃദയപൂർവ്വം. ഈ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ളത് ആശീർവാദ് ആൻ്റണി പെരുമ്പാവൂരാണ്. പിന്നെ ഇതിൻ്റെ റൈറ്റർ, കഥാ തിരക്കഥ സംഭാഷണമൊക്കെ എഴുതിയിരിക്കുന്നത് അഖിൽ സത്യൻ ആൻഡ് സോനു ടി പി. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരനാണ്. ഈ സിനിമയുടെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് രാജഗോപാലൻ സാറാണ്. ഗംഭീരമായിട്ടുള്ള സീനിയറായിട്ടുള്ള സത്യനന്ദിക്കാട് സാറിൻ്റെ പഴയ ഒപ്പം കൊണ്ടുവന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. എഡിറ്ററാണ്. സോ നോ വേർഡ്സ്. പിന്നെ ഇതിൽ ലാലേട്ടൻ, പിന്നെ നമ്മുടെ അമൽ ഡേവിസ് സംഗീത് ഇതിൽ സഹനടനാണ്. ലാലേട്ടൻ്റെ ഒപ്പം കട്ടക്കി പടം തുടങ്ങി 2.5 മണിക്കൂറിൽ ലാലേട്ടൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ സംഗീതിനുള്ളത് ഇതിൽ. അതുപോലെ തന്നെ സിദ്ദിഖ, അതിൽ ബാബുരാജ്, ലാലു അലക്സ്, അതുപോലെ മാളവിക, അതുപോലെ തന്നെ നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ആക്ട്രസ് ഉണ്ടല്ലോ നമ്മുടെ സംഗീത, വനജ എന്നുള്ള ക്യാരക്ടറിൽ ചിന്താവിഷ്ട ശ്യാമളയിൽ മറക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള വനജ സംഗീത ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ജനാർദ്ദനൻ സാർ, അങ്ങനെ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിൽ വന്നിട്ടുണ്ട്. പിന്നെ ബേസിലൊക്കെ 1 മിനിറ്റ് വന്ന് പോയിട്ടുണ്ട്. സ്പോയിലറൊന്നുമല്ല, ബുക്ക് മൈ ഷോയിൽ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോഴും ഇല്ലെങ്കിൽ നമ്മൾ വിക്കിപീഡിയ നോക്കിയാലൊക്കെ അറിയാം. ഇത് എന്നുള്ള ക്യാമിയോ എന്നുള്ള പരിപാടിയല്ല. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ സന്ദീപ് ബാലകൃഷ്ണൻ എന്നാണ് ലാലേട്ടൻ്റെ പേര്. ലാലേട്ടൻ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഈ സിനിമയിലുണ്ട്. ഗംഭീരമായിട്ടുള്ള വലിയ പ്ലോട്ടൊന്നുമല്ല ഈ സിനിമ, വളരെ സിമ്പിളായിട്ടുള്ള സിനിമയാണ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള സിനിമയാണ്. ലാലേട്ടൻ്റെ ഒരു രസമുള്ള ഒരുപാട് മാനറിസങ്ങൾ അറിയാലോ. വളരെ ചാമിങ് ആയിട്ടുള്ള ലാലേട്ടൻ, വളരെ കൊമേഡിയൻ ആയിട്ടുള്ള ലാലേട്ടൻ. പുള്ളിക്കാരൻ്റെ ആ ബോഡി ഇതിൽ ലാലേട്ടൻ കുറച്ച് ഫാക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കോസ്റ്റ്യൂമൊക്കെ വെച്ച് പലപ്പോഴും സെമീർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ കോസ്റ്റ്യൂമിൽ നിന്ന് ലാലേട്ടൻ്റെ തടിയെ മെനക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതൊന്നും ബോറായിട്ട് ഞാൻ ഫീൽ ചെയ്യാറില്ല. ഒരു ബോഡി ഷേമിങ് നടത്തുകയല്ല, ചിലപ്പോൾ കഥാപാത്രത്തിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് സത്യൻ സാറിൻ്റെ പടത്തിലൊക്കെ തന്നെ ലാലേട്ടൻ ഭയങ്കര ഫാക്റ്റാണ്. എല്ലാ സിനിമയിലും ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന നമ്മളെല്ലാ പടം നോക്കിയാൽ ഇപ്പോൾ ഇന്നും എപ്പോഴും നല്ല സിനിമയിൽ നമുക്കറിയാം. അതുപോലെ തന്നെ ഇന്നത്തെ ചിന്താവിഷയത്തിൽ സ്നേഹവീടിലൊക്കെ ലാലേട്ടൻ ഭയങ്കര തടിയാണ്. ആ കഥാപാത്രത്തിന് വേണ്ടി പുള്ളിക്കാരൻ ചെയ്തായിരിക്കാം, അത് ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിലെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇത് കേരളത്തിലും പൂനെയിലുമാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പൂനെയിലേക്ക് പോവുകയാണ്. പൂനെയിൽ ചെന്നിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ. ഇൻ്റർവെല്ലിൽ പറയും സിനിമ ചില സീനുകളിൽ, അതായത് ലാലേട്ടൻ ഇല്ലാത്ത സീനുകളൊക്കെ തന്നെ പലപ്പോഴും ബോറടിക്കുന്നുണ്ട്. ഈവൻ ലാലേട്ടനുള്ള സീനടക്കം പലപ്പോഴും ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ലാലേട്ടൻ ഫീൽ ചെയ്യുന്ന ലാഗല്ല, ഒരു സ്പഷ്ടമായിട്ടുള്ള സംഭാഷണങ്ങൾ ആ ഒരു സീനിൽ കൊടുത്തിട്ടില്ല. ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മ്യൂസിക് പലപ്പോഴും പാളിപ്പോയിട്ടുണ്ട് ചില സീനുകളിൽ. പലപ്പോഴും ഒരു സീരിയൽ കാണുന്ന പോലെ പല സീനുകൾ, ഞാൻ പറയുന്നത് ഫുൾ സിനിമയല്ല പറയുന്നത്, ഒരു 5-6 മിനിറ്റ് അങ്ങനെ പല സീനിലും ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു നെഗറ്റീവായി തോന്നി. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ആ സിനിമ ട്രാക്ക് മാറുന്നുണ്ട്. കാരണം ഈ സിനിമയിലേക്ക് വേണ്ട ആ ഒരു വലിയ വലിയ പ്ലോട്ടൊന്നുമല്ല, ഒരു സിമ്പിളായിട്ടുള്ള പ്ലോട്ടിനെ വളരെ സ്പഷ്ടമായിട്ട് കൈയടക്കത്തോടു കൂടിയിട്ട് മോഹൻലാൽ എന്നുള്ള പ്രതിഭ വളരെ സിമ്പിളായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ അറിയാലോ, ഒരുപാട് പൊട്ടിക്കരയണ പൊട്ടി ചിരിക്കണ പരിപാടിയൊന്നുമില്ല. പുള്ളിക്കാരൻ കയ്യിൽ നിന്നിരുന്ന കുറച്ച് പരിപാടികൾ രസമായിട്ട് ഇതിൽ വർക്കൗട്ടായിട്ടുണ്ട്. കട്ടയ്ക്ക് അമൽ ഡേവിസ് സംഗീത് നിന്നിട്ടുണ്ട്. എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഇതിൽ ആക്ട്രസ് മാളവികയാണ്. മാളവിക ഇതിൽ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ DQൻ്റെ ഒക്കെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ കുറച്ച് ഓവർ ക്യൂട്ട്നെസ്, അതുപോലെ തന്നെ ഡബ്ബിംഗ് ഒക്കെ ആരാ ചെയ്തെന്ന് അറിയില്ല. വളരെ ക്രിഞ്ച് ഡബ്ബിങ്ങും ക്രിഞ്ച് ക്യൂട്ട്നെസ്സുമാണ് ഇതിൽ ആക്ട്രസ് വാരി വെതറിയിരിക്കുന്നത്. അത് മാത്രമാണ് എനിക്കൊരു നെഗറ്റീവായി തോന്നിയിരിക്കുന്നത്. പിന്നെ സോങ്സ് 2-3 സോങ് ഇതിൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയി തോന്നി. പിന്നെ അടുത്തത് തോന്നിയിട്ടുള്ളത് ലാലു അലക്സിൻ്റെ വളരെ മോശം വെറുപ്പിച്ചുള്ളൊരു ക്യാരക്ടർ ലാലു അലക്സ് ചെയ്തിരിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ഒരുപാട് എല്ലപ്പോഴും കയറി വരുന്ന ഒരാൾ. സിദ്ദിഖ് ഇതിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കോമഡിയാണ്, അറിയാലോ, പറയേണ്ട ആവശ്യമില്ല. സിദ്ദിഖ് നന്നായി ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ റോളുണ്ട്. പക്ഷേ എങ്കിലും ഈ പടം ടിൽ എൻഡ് വരെ ഇതിൽ ലാലേട്ടൻ അതുപോലെ തന്നെ അമൽ ഡേവിസ് ഈ 2 പേരാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2 പേരും കൂടിയിട്ട് ലാലേട്ടൻ അപ്പോൾ കട്ടയ്ക്ക് പുള്ളിക്കാരൻ നിന്നിട്ടുണ്ട്. കോമഡിക്ക് കോമഡി ഉണ്ട്, അതുപോലെ റൊമാൻസ് പരിപാടികൾ പുള്ളിക്കാരൻ ഇടയ്ക്ക് ലാലേട്ടൻ്റെ ആ ഒരു നോട്ടം, ആ ഒരു പരിപാടികളൊക്കെ പുള്ളിക്കാരൻ്റെ അത് ഒരു ആക്ഷൻ ഒരു ഫൈറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ. അതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്തെങ്കിലും അത് ലാലേട്ടന് കൊടുക്കേണ്ടതെന്ന് വെച്ച് കൊടുത്തായിരിക്കും. പക്ഷേ എങ്കിലും അത് രസമായിട്ട് വർക്കൗട്ടുണ്ട്. ഈ സിനിമ ഒരു ഓണത്തിന് ഒരു ഫാമിലിയോടൊപ്പം കണ്ടിരിക്കാവുന്ന ഒരു സാധാരണ രസമുള്ള ഒരു സിമ്പിൾ സിനിമ. ആ സിമ്പിൾ സിനിമ നിങ്ങൾക്ക് ഹമ്പിളായിട്ട് പോയി കണ്ട് ആസ്വദിക്കാം. ലാലേട്ടൻ പറഞ്ഞ പോലെ ഹൃദയപൂർവ്വം എല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക് യു.